വിശദമായ വാർത്തകളിലേക്ക്. ബി.ജെ.പി. അനുകൂല പ്രസ്താവന നടത്തിയ ലീഗ് വനിതാ നേതാവ് ഖമറുന്നീസ അൻവറിനെതിരെ നടപടി. വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി. കെ.പി. മറിയമ്മയ്ക്ക് താൽക്കാലിക ചുമതല നൽകി. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. സ്വാലിഹ്, ഇന്നലെ നാക്കുപിഴ എന്ന വിശദീകരണത്തിൽ ഒതുക്കുകയായിരുന്നു ലീഗ് നേതാക്കൾ ഖമറുന്നീസ അൻവറിന്റെ വിവാദ പരാമർശത്തെ. എന്നാൽ ഇന്ന് ഖമറുന്നീസയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പാർട്ടി പോകുന്നു. എന്താണ് ഇതിനിടയ്ക്ക് സംഭവിച്ചത്? സുരരാജ്, വലിയ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ബി.ജെ.പിയെ പ്രശംസിച്ചത് വലിയ ഒരു തെറ്റായി പോയി. അതിനപ്പുറം പാർട്ടിക്ക് ഫണ്ട് നൽകിയത്, ബി.ജെ.പിക്ക് പ്രവർത്തക ഫണ്ട് നൽകിയത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല എന്ന് പാണക്കാട് കുടുംബത്തിന് തന്നെ അഭിപ്രായമുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ന് നടപടിയെടുക്കുന്നത്. ഇന്നലെ അവർ പാണക്കാട് ഹൈദരലി തങ്ങൾക്ക് രേഖാമൂലം തന്നെ മാപ്പപേക്ഷ നൽകിയിരുന്നു, ക്ഷമാപണം നടത്തി കത്ത് നൽകിയിരുന്നു. തനിക്ക് സംഭവിച്ചത് ഒരു നാക്കുപിഴയായിരുന്നു, അതോടൊപ്പം തന്നെ ഇതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പാണക്കാട് ഹൈദരലി തങ്ങൾക്ക് ക്ഷമാപണം നടത്തിയിരുന്നു. ഇത് പരിഗണിച്ച് നടപടിയെടുക്കേണ്ട എന്ന ഒരു തീരുമാനമായിരുന്നു ഇന്നലെ മുസ്ലിം ലീഗ് നേതൃത്വം എടുത്തിരുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി.എ. മജീദിനെയും ദേശീയ ജനറൽ സെക്രട്ടറിയായ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും ഇന്നലെ തന്നെ പാണക്കാട് ഹൈദരലി തങ്ങൾ ഈ വാർത്ത പുറത്തു വന്നതോടെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചിരുന്നു. നടപടിയെടുക്കാൻ കെ.പി.എ. മജീദിനെയാണ് ചുമതലപ്പെടുത്തിയത്. തുടർന്ന് തിരൂർ മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വാങ്ങി അതിനുശേഷം ഖമറുന്നീസ അൻവറിൽ നിന്ന് ഇത് സംബന്ധിച്ച ഒരു വിശദീകരണവും ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഇക്കാര്യത്തിൽ ഒരു നടപടി വേണ്ട എന്ന നിഗമനത്തിൽ ലീഗ് എത്തുകയായിരുന്നു. എന്നാൽ ഇത് പുറത്ത് അണികൾക്കിടയിൽ ഇത് വലിയ ഒരു പ്രതിഷേധത്തിനിടയാക്കി എന്നാണ് ഇന്ന് നടപടിയെടുക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും അതുപോലെ മുസ്ലിം ലീഗ് വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു വിവാദമായിരുന്നു കൊടിഞ്ഞിയിൽ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഫൈസലുമായി ബന്ധപ്പെട്ട കേസ്. ഇത് നടത്തിപ്പിനുള്ള പണം നൽകുന്നത്, ഈ കേസിലെ പ്രതികൾക്കുള്ള ചെലവ് നൽകുന്നത് ബി.ജെ.പിയുടെ തിരൂർ മണ്ഡലം കമ്മിറ്റിയാണ്. അവർക്ക് തന്നെ പാർട്ടി ഫണ്ട് നൽകിയത്, പ്രവർത്തന ഫണ്ട് നൽകിയത്, മുസ്ലിം ലീഗ് നേതാവ് നൽകിയത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. ഇത് സോഷ്യൽ മീഡിയയിലെല്ലാം ഇക്കാര്യം വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കെ.പി. മറിയമ്മയ്ക്ക് പകരം ചുമതല നൽകിയിട്ടുള്ളത്. സുരരാജ്, ശരി, സ്വാലിഹിലേക്ക് തിരികെ വരാം. ഖമറുന്നീസയുടെ വാക്കുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പാർട്ടിയിലെ ഉന്നതന്റെ സഹായത്തോടെയാണ് താൻ ബി.ജെ.പിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് എന്നാണ് ഖമറുന്നീസ പറഞ്ഞത്. പാർട്ടിയോട് അനുവാദം ചോദിച്ചു, പാർട്ടി അനുവാദം നൽകുകയും ചെയ്തുവെന്ന് ഖമറുന്നീസ വെളിപ്പെടുത്തുകയാണ്. സംഭാവന നൽകിയ എന്നല്ലാതെ വേറെ ഒരു കാര്യം ഇതിലുണ്ടായിരുന്നില്ല. ബി.ജെ.പിന്റെ ഇവിടുത്തെ തിരൂർ താലൂക്കിന്റെ ആൾക്കാര് പ്രസിഡന്റ് സെക്രട്ടറി എന്നോട് വന്ന് ചോദിച്ചു, അതായത് സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ആദ്യത്തെ സംഭാവന വേണം, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് ഞങ്ങൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എത്രയാ സംഖ്യ ചോദിച്ചപ്പോൾ സംഖ്യ എന്റെ അല്ല പ്രശ്നം, നിങ്ങളെ കൈയോട് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാണ് അതിന് ഞാൻ എന്റെ പാർട്ടിയോട് ചോദിച്ചു. പാർട്ടിയുടെ ഉന്നത നേതാവിന്റെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് വിരോധമില്ല, തെറ്റില്ല എന്നവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവര് സമ്മതം കൊടുത്തത്. ഖമറുന്നീസയുടെ വാക്കുകളാണ് കേട്ടത്. പാർട്ടി ഉന്നതന്റെ സമ്മതത്തോടു കൂടിയാണ് താൻ ആ പരിപാടിയിൽ പങ്കെടുത്തത്, ബി.ജെ.പിക്ക് സംഭാവന നൽകിയത്, അതേ തുടർന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ സംസാരിച്ചത് എന്നാണ് ഖമറുന്നീസ അൻവർ പറയുന്നത്. സ്വാലിഹിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. സ്വാലിഹ്, ഇവിടെ ഖമറുന്നീസ തന്നെ പറയുന്നത് ഇത് താൻ ഒറ്റയ്ക്ക് ചാടിക്കയറി മൈക്കിന് മുൻപിൽ കയറി ബി.ജെ.പിയെ പ്രശംസിച്ച് സംസാരിച്ചതല്ല, ബി.ജെ.പിക്ക് സംഭാവന നൽകിയതല്ല, പാർട്ടിയോട് അനുമതി ചോദിച്ചിരുന്നു, പാർട്ടിയിലെ ഉന്നതന്റെ സമ്മതം ഉണ്ടായിരുന്നു, പരിപാടിയിൽ പങ്കെടുത്തോളൂ എന്ന്. ആ നിലയ്ക്കാണ് പങ്കെടുത്തത്. പക്ഷേ ഇപ്പോൾ ഖമറുന്നീസയെ പുറത്താക്കിയിരിക്കുന്നു. ഈ വിഷയത്തിൽ വിശദീകരണം ആരായുമ്പോൾ തന്നെ ഇത്തരമൊരു കാര്യത്തെ കൂടി, ആരാണ് സമ്മതം നൽകിയത്, എന്ത് സമ്മതമാണ് നൽകിയത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചർച്ച ലീഗിനുള്ളിൽ ഉണ്ടായിരുന്നുവോ സ്വാലി?
സുരരാജ്, ഈ നടന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്. വൈകുന്നേരം ഇത് തിരൂർ മേഖല മണ്ഡലം കമ്മിറ്റിയുടെ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് എന്ന് ഖമറുന്നീസയോട് പറഞ്ഞിരുന്നില്ല. പകരം ഒരു സാമൂഹ്യ പ്രവർത്തക, നാഷണൽ വെൽഫെയർ ബോർഡിന്റെ സംസ്ഥാന ചെയർപേഴ്സൺ കൂടിയാണ്. ഈ നിലയ്ക്ക് ഇവരിൽ നിന്ന് ആദ്യ സംഭാവന സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് തിരൂർ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ BJPയുടെ തിരൂർ മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് കുമാർ പറഞ്ഞു. ഇതടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് വരാനും സമ്മതം നൽകുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ പാർട്ടിയിലെ മുതിർന്ന നേതാവും ഓർഗനൈസിംഗ് സെക്രട്ടറിയും തിരൂർ MP കൂടിയായ ET മുഹമ്മദ് ബഷീറുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല. ET മുഹമ്മദ് ബഷീർ ആൻഡമാനിലാണുള്ളത്. അവരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഫണ്ട് നൽകുന്നതിൽ എതിർപ്പില്ല എന്ന്, കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഖമറുന്നീസ അൻവർ പറയുന്നത്. ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടിയും ഇത് ന്യായീകരിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്. ഫണ്ട് നൽകിയതല്ല തെറ്റ്, പകരം BJPയെ എൻഡോസ് ചെയ്ത് BJPയെ പുകഴ്ത്തി പറഞ്ഞതാണ്, പ്രശംസിച്ചതാണ് തെറ്റ്. അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പാടില്ലായിരുന്നു, അതാണ് തെറ്റ് എന്നാണ് ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി നടത്തിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അങ്ങനെയായിരുന്നു. എന്നാൽ പിന്നെ ഇതും വലിയ ഒരു തെറ്റാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റു അണികൾക്കിടയിലെല്ലാം വലിയ ചർച്ച ഉയർന്നു വന്നു. ഈ ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് ഇന്ന് നിലപാട് മാറ്റി അവരെ പുറത്താക്കുക, അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ഒരു തീരുമാനം ലീഗ് നേതൃത്വം ഇന്ന് എടുക്കുന്നത്. സാധാരണ രീതിയിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ഇത്തരത്തിൽ ഫണ്ട് നൽകാറുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും വീട്ടിൽ വരുന്നവർക്ക് ഫണ്ട് നൽകുന്നതിൽ കുഴപ്പമില്ല എന്ന ഒരു കീഴ്വഴക്കം പാണക്കാടെല്ലാം സാധാരണ രീതിയിൽ എടുക്കാറുണ്ട്. അത്തരത്തിൽ ഒരു സമീപനം ഖമറുന്നീസയും സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പാർട്ടിയുടെ അനുമതിയുമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊടിഞ്ഞി ഫൈസൽ വധക്കേസിലെയൊക്കെ പ്രതികൾക്ക് കേസ് നടത്താനുള്ള ക്യാഷ് മുസ്ലിം ലീഗ് തന്നെ നൽകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നതോടുകൂടെ ലീഗ് നേതൃത്വം വെട്ടിലാവുകയായിരുന്നു. തുടർന്ന് നടപടിയെടുക്കാതിരിക്കാനുള്ള നിവൃത്തി ഇല്ലാതെയായിരിക്കുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തിന് മുമ്പിൽ. ഇന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെയാണ് നടപടിയെടുക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത്. അദ്ദേഹം ഇന്ന് പാലക്കാട് അവരുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, ലീഗിന്റെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാണക്കാട് ഹൈദരലി തങ്ങളുടെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് ഇന്ന് അവരെ നീക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാണക്കാട് കുടുംബം ഇന്നലെ ഇത്തരത്തിൽ ഫണ്ട് നൽകുന്നതും BJPക്ക് ഫണ്ട് നൽകുന്നതും തെറ്റാണെന്ന് മുനവറലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ നേതാക്കളോട് സംസാരിച്ചിരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്ന് അവരെ ഈ സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായെങ്കിലും നീക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം ലീഗ് വലിയ തോതിൽ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുസ്ലിം ലീഗ് പ്രധാനമായും ചർച്ചയാക്കിയിരുന്നത് BJPക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. എന്നാൽ മലപ്പുറം ജില്ലയിൽ പലയിടത്തും പ്രാദേശിക തലത്തിൽ വള്ളിക്കുന്ന് പഞ്ചായത്തിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗും BJPയും നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട്. ഇവിടെ ധാരണയായി ഒരുമിച്ച് പഞ്ചായത്ത് ഭരണം കൈയാളുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം വലിയ ഒരു ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും മുതിർന്ന വനിതാ സ്വാലിഹിലേക്ക് തിരികെ വരാം. നമുക്ക് ഖമറുന്നീസയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കേണ്ടതുണ്ട്. പാർട്ടിയിലെ ഉന്നതന്റെ സമ്മതത്തോടെയാണ് താൻ BJPയുടെ പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് ഖമറുന്നീസ പറയുന്നത്. പാർട്ടിയോട് അനുവാദം ചോദിച്ചിരുന്നു, പാർട്ടി അനുവാദം നൽകുകയും ചെയ്തുവെന്നും ഖമറുന്നീസ വെളിപ്പെടുത്തി. സംഭാവന നൽകിയ എന്നല്ലാതെ വേറെ ഒരു കാര്യം ഇതിലുണ്ടായിരുന്നില്ല. BJPന്റെ ഇവിടുത്തെ തിരൂർ താലൂക്കിന്റെ ആൾക്കാര് പ്രസിഡന്റ് സെക്രട്ടറി എന്നോട് വന്ന് ചോദിച്ചു, നിങ്ങൾ അതായത് സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ആദ്യത്തെ സംഭാവന വേണം, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് ഞങ്ങൾ ചെയ്യട്ടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എത്രയാ സംഖ്യ ചോദിച്ചപ്പോൾ സംഖ്യ എന്റെ അല്ല പ്രശ്നം, നിങ്ങളെ കൈയോട് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാണ്. അതിന് ഞാൻ എന്റെ പാർട്ടിയോട് ചോദിച്ചു. പാർട്ടിയുടെ ഉന്നത നേതാവിന്റെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് വിരോധമില്ല, തെറ്റില്ല എന്നവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവര് സമ്മതം കൊടുത്തത്. ഖമറുന്നീസ അൻവറിന്റെ വാക്കുകളാണിത്. പാർട്ടിയുടെ സമ്മതത്തോടു കൂടിയാണ് താൻ ആ പരിപാടിയിൽ പങ്കെടുത്തത്. പക്ഷേ ഇപ്പോൾ ഖമറുന്നീസയെ വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജേക്കബ് ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇന്നലെ KPA മജീദ് ഫേസ്ബുക്കിൽ വിശദീകരിക്കുന്നത് ഖമറുന്നീസ അൻവറിന് സംഭവിച്ചത് ഒരു നാക്കുപിഴയാണ്, അതിൽ പ്രത്യേകിച്ചൊരു നടപടിയുടെ ആവശ്യമില്ല എന്നാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ഖമറുന്നീസ അൻവറിനെ തൽസ്ഥാനത്ത് നിന്ന്, വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് ലീഗ്
പോയിരിക്കുന്നു. പക്ഷേ പാർട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് ഖമറുന്നിസ പറയുന്നു. ഇവിടെ ലീഗ് നേതാക്കൾ ഖമറുന്നിസയെ ബലിയാടാക്കുകയാണോ യഥാർത്ഥത്തിൽ? യഥാർത്ഥത്തിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുമുണ്ട് ഇതിനകത്ത്. പക്ഷെ ഖമറുന്നിസ അൻവർ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതായിരുന്നു. ഒരു മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുമ്പോൾ, അത് മുസ്ലിം വനിതാ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോൾ ഖമറുന്നിസ അൻവർ നല്ല മുതിർന്ന നേതാവാണ്, പക്വതയുള്ള നേതാവാണ്. പക്ഷെ അവർ ഇതുപോലെ ബി ജെ പിയുടെ ഒരു ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുക്കുക, അതിൽ പ്രസംഗിക്കുക, രാഷ്ട്രീയമായി അത് ശരിയല്ല എന്ന കാര്യം ഓർമ്മിക്കേണ്ടിയിരുന്നു. അവരുടെ രാഷ്ട്രീയ പരിപാടിയിലാണ് ഖമറുന്നിസ പങ്കെടുക്കുന്നത്. മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാടുമുണ്ട്. ആ നിലപാടിനെ മറന്നുകൊണ്ടാണ് ഖമറുന്നിസ അൻവർ അവിടെ പോയത്. പക്ഷേ മുസ്ലിം ലീഗിലെ ഉന്നതനായ നേതാവിന്റെ അനുമതിയോടുകൂടിയാണ് ഖമറുന്നിസ പോയതെങ്കിൽ അങ്ങനെ പറയുന്നത് ഖമറുന്നിസ അൻവർ തന്നെയാണെന്ന കാര്യം ഓർമ്മിക്കണം. തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ എന്താണ് ആലോചന എന്ന കാര്യത്തെക്കുറിച്ച് സംശയമുണ്ടാവുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇതിലാകെ കൂടി ഒരു മൂടി വെച്ചിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് സംശയിക്കുന്നത്. ഇവിടെ ഖമറുന്നിസയ്ക്ക് ഒരു രാഷ്ട്രീയ ജ്ഞാനമില്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെ കാണേണ്ടി വരുമോ ഇതിനെ? അങ്ങനെ രാഷ്ട്രീയ ജ്ഞാനമില്ലാത്ത ഒരാളെ വനിതാ ലീഗിന്റെ അധ്യക്ഷ സ്ഥാനത്തൊക്കെ ഇരുത്താൻ പാർട്ടി തയ്യാറാകുമോ? എന്താണ് പാർട്ടിയുടെ നിലപാടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ സാധിക്കാത്ത ഒരാളെ വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്ത് നിർത്തുന്നു എന്ന് കരുതേണ്ടി വരുമോ? അതെ, രാഷ്ട്രീയമായി ബി ജെ പിയുടെ ഒരു ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുക്കുന്നത് തനിക്ക് രാഷ്ട്രീയമായി തന്റെ രാഷ്ട്രീയത്തിനും തന്റെ വ്യക്തിപരമായ തന്റെ നിലപാടിനും ശരിയല്ല എന്ന ബോധ്യം എന്തുകൊണ്ട് ഖമറുന്നിസ അൻവറിന് ഉണ്ടായില്ല? അത് ഖമറുന്നിസ അൻവറിന്റെ രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടാണോ, അതോ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ മാറുന്ന മാറ്റം കൊണ്ടാണോ, നിലപാട് മാറ്റം കൊണ്ടാണോ? ആ കാര്യത്തിലാണ് വ്യക്തത ഉണ്ടാവേണ്ടത്. തീർച്ചയായും അങ്ങനെ വരുമ്പോൾ ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് സാധാരണ നിലയിൽ നമുക്കറിയാം, ഈ ഒരു പാർട്ടിയുടെ നയപരിപാടികളെല്ലാം കൂട്ടായിരുന്ന് ചർച്ച ചെയ്യുന്നു. എന്ത് അഭിപ്രായമാണ് പുറത്തു പറയേണ്ടതെന്ന് പാർട്ടി നേതാക്കളെല്ലാം തന്നെ കൂട്ടായിരുന്ന് ചർച്ച ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ചർച്ചകൾക്കിടയിലേക്ക് ഇത്തരം നേതാക്കൾക്ക് സ്ഥാനമില്ലാതാകുന്നതിൻ്റെ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് പുറത്തു പറയേണ്ടതെന്ന് ഇവർക്കറിയുന്നില്ല. അങ്ങനെ കൂടി കാണേണ്ടി വരുമോ? തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി വനിതകൾക്ക് അധികം പ്രാതിനിധ്യമോ അവരുടെ സാന്നിധ്യമോ പോലും ആഗ്രഹിക്കുന്ന പാർട്ടി നേതൃത്വമല്ല ലീഗിനുള്ളത്. അങ്ങനെയാണ്. അപ്പോ എല്ലാ ആലോചനകളിലും വനിതാ നേതാക്കന്മാർ ഉൾപ്പെടാറുമില്ല, അവരെ കൂട്ടണമെന്നും ഇല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ മാറുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ അതിന്റെ ദൈനംദിന രാഷ്ട്രീയ ചര്യകളിൽ വനിതകൾക്ക് വലിയ പങ്കൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും ഇതിനകത്ത് ഒരു പക്ഷേ ഖമറുന്നിസ അൻവറിന്റെ രാഷ്ട്രീയ അജ്ഞതയാവാം, രാഷ്ട്രീയ പാപ്പരത്വമാവാം കാരണം. അല്ലെങ്കിൽ ലീഗിന്റെ നേതൃത്വം ശരി പൊയ്ക്കോളൂ, എന്താണ് അതിന്റെ റെസ്പോൺസും റിയാക്ഷനും ഒക്കെ ഒന്ന് കാണട്ടെ എന്ന ഒരു ടെസ്റ്റ് ഡോസിന് വേണ്ടി ഖമറുന്നിസ അൻവറിനോട് ബി.ജെ.പിയുടെ യോഗത്തിൽ ടെസ്റ്റ് ഡോസ്, താങ്കൾ ഉദ്ദേശിക്കുന്ന ആ ടെസ്റ്റ് ഡോസ്, അതിനുണ്ടാകുന്ന പ്രത്യാഘാതം അത് ലീഗിന് ഏത് തരത്തിൽ ഗുണമാകുമെന്നാണ് ഈ നേതൃത്വം വിചാരിക്കുന്നത്? അതിന്റെ ഒരു നേട്ടം ഏത് വിധത്തിൽ ഉണ്ടാകുമെന്നാണ് ലീഗ് ഉദ്ദേശിക്കുന്നത്? അതൊരു വലിയ ഒരു അജണ്ടയുടെ ഭാഗമായി കൂടി കാണേണ്ടി വരുമല്ലോ അങ്ങനെയാണെങ്കിൽ. അല്ല, അജണ്ടയുടെ ഭാഗമായിട്ടൊന്നും പറയാറായിട്ടില്ല. പക്ഷേ മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത രാഷ്ട്രീയം എന്നത് ബി.ജെ.പിക്കെതിരായ രാഷ്ട്രീയമാണ്. ബി.ജെ.പിക്കെതിരെ പോരാടാൻ വേണ്ടി ഉറച്ചു തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുന്നത്. പക്ഷേ ബി.ജെ.പിക്ക് ഒരു അജണ്ടയുണ്ട്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കൂടി കൂട്ടിപ്പിടിക്കാതെ കേരളത്തിൽ ഒരു തേരോട്ടം സാധ്യമല്ല. രണ്ട് മുന്നണികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ ഒരു ഇടം കണ്ടെത്തണമെങ്കിൽ മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കൂടിയേ പറ്റൂ. അപ്പോൾ ഒരു ന്യൂനപക്ഷ സമുദായ പാർട്ടിയായ മുസ്ലിം ലീഗുമായിട്ട് കൂട്ടിച്ചേരാൻ ബി.ജെ.പി ശ്രമിക്കുന്നുണ്ടാവാം. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഖമറുന്നിസ അൻവറിനെ അവരുടെ യോഗത്തിലേക്ക് പ്രസംഗിക്കാൻ ക്ഷണിച്ചത്. ആ ക്ഷണം അംഗീകരിക്കുക വഴി അതിന് വഴിപ്പെടുകയായിരുന്നു ഖമറുന്നിസ അൻവർ ചെയ്തത്. രാഷ്ട്രീയം അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ അവർ ചെയ്ത പ്രസംഗം പിന്നീട് വിവാദമാവുകയും ചെയ്തു. തീർച്ചയായിട്ടും ലീഗ് നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് താൻ പ്രസംഗിക്കാൻ പോയത്. താൻ പ്രസംഗിച്ചത് എന്താണ്, അതുകൊണ്ട് അങ്ങനെ അറിവോടുകൂടിയാണോ എന്ന് പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും അത് വിവാദമുണ്ടായ സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗിന് എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ, ഖമറുന്നിസ അൻവറിന്റെ വെറും രാഷ്ട്രീയമായി അജ്ഞത കൊണ്ടുണ്ടായ സംഭവമാണോ,
എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ശരി, ജേക്കബ് ജോർജ്, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ഈ അവസരത്തിൽ ഖമറുന്നിസ അൻവറിനെ വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. മറ്റൊരു നേതാവിന് പകരം ചുമതല നൽകിയിരിക്കുന്നു. എന്നാൽ പാർട്ടിയുടെ സമ്മതത്തോടു കൂടിയാണ് താൻ ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നാണ് ഇതിനുശേഷവും ഖമറുന്നിസ അൻവർ പറയുന്നു. പാർട്ടിയിലെ ഉന്നതന്റെ സമ്മതത്തോടെയാണ് താൻ BJPയുടെ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് ഖമറുന്നിസ അൻവർ. പാർട്ടിയോട് അനുവാദം ചോദിച്ചു, പാർട്ടി അനുവാദം നൽകുകയും ചെയ്തുവെന്ന് ഖമറുന്നിസ വെളിപ്പെടുത്തി. സംഭാവന നൽകിയ എന്നല്ലാതെ വേറെ ഒരു കാര്യം ഇതിലുണ്ടായിരുന്നില്ല. BJPന്റെ ഇവിടുത്തെ തിരൂർ താലൂക്കിന്റെ ആൾക്കാര് പ്രസിഡന്റ് സെക്രട്ടറി എന്നോട് വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങൾ അതായത് സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ആദ്യത്തെ സംഭാവന വേണം, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് ഞങ്ങൾ ചെയ്യട്ടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എത്രയാ സംഖ്യ ചോദിച്ചപ്പോൾ സംഖ്യ എന്റെ അല്ല പ്രശ്നം, നിങ്ങളെ കൈയോട് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാണ് അതിന് ഞാൻ എന്റെ പാർട്ടിയോട് ചോദിച്ചു. പാർട്ടിയുടെ ഉന്നത നേതാവിന്റെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് വിരോധമില്ല, തെറ്റില്ല എന്നവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവര് സമ്മതം കൊടുത്തത്. കടുത്ത വരൾച്ചയിൽ ക്ഷീരമേഖലയെ പിടിച്ചു നിർത്താൻ കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വയനാട്ടിലെ ചെറുകിട ക്ഷീര സംഘങ്ങൾ. ബത്തേരിയിലെ വയനാട് മിൽക്ക് വരൾച്ചാ സഹായമായി തങ്ങളുടെ കർഷകർക്ക് വിതരണം ചെയ്തത് 174 ലക്ഷം രൂപയാണ്. സുസ്ഥിര ക്ഷീര വികസനത്തിനായി തീറ്റപ്പുൽ കൃഷിയിലേക്കുൾപ്പെടെ ഇത്തരം ക്ഷീരസംഘങ്ങൾ വ്യാപകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ. ഇത്തവണത്തെ കടുത്ത വേനൽ വയനാട്ടിലെ ക്ഷീരോത്പാദനത്തെ കാര്യമായി ബാധിച്ചിരുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിലും ഭാവനാപൂർണമായ പദ്ധതികൾ കൊണ്ട് ക്ഷീരമേഖലയ്ക്ക് കരുത്തു പകരുകയാണ് സുൽത്താൻ ബത്തേരി പാൽ വിതരണ സഹകരണ സംഘം. 90 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം സംഘത്തിനു കീഴിലുള്ള ഒരു മുനിസിപ്പാലിറ്റിയിലും 2 പഞ്ചായത്തുകളിലും വേനൽക്കാല ആശ്വാസമായി വിതരണം ചെയ്തതെങ്കിൽ ഇത്തവണ കടുത്ത വേനലിനെ കണക്കിലെടുത്ത് മറ്റു പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് 145 ലക്ഷം രൂപ വിതരണം ചെയ്തു. പശുക്കൾക്ക് ഇൻഷുറൻസ് മറ്റും ഏർപ്പെടുത്തുകയും ചെയ്തു. സുസ്ഥിര ക്ഷീരവികസനം ലക്ഷ്യമാക്കി വരൾച്ചാ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കുകയാണിവർ. സംഘം പ്രസിഡന്റ് KK പൗലോസ്. വീണ്ടും ഈ 145 ലക്ഷം രൂപ കൊണ്ട് മാത്രം കൃഷിക്കാർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനില്ല. ഇനി കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലക്ക് നമ്മുടെ സുൽത്താൻ ബത്തേരി സൊസൈറ്റിക്ക് കീഴിൽ ഇപ്പോൾ നമുക്ക് 3 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പച്ചപ്പുല്ല് കൃഷി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പുല്ല് നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമം കൂടി നമ്മുടെ സ്വന്തമായ സ്ഥലമാണ്. 3 ഏക്കർ സ്ഥലം, ഇതിന്റെ തൊട്ടപ്പുറത്ത് 3 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ നമ്മളിപ്പോൾ പച്ചപ്പുല്ല് നട്ടുപിടിപ്പിച്ച് കൃഷിക്കാർക്ക് കഴിയുന്ന രൂപത്തിലേക്ക്, അതുകൊണ്ട് തികഞ്ഞിട്ടല്ല എന്നാൽ പോലും കൃഷിക്കാർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ തന്നെ വരൾച്ചാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സംഘം തുടക്കം കുറിച്ചിരുന്നു. തീറ്റപ്പുൽ കൃഷി വ്യാപകമാക്കുവാനും ഇതര ക്ഷീരകർഷക ക്ഷേമ പദ്ധതികൾ തയ്യാറാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരുന്നു. കടുത്ത വേനൽ പിന്നിടുമ്പോഴും നിലവിൽ 27,000 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സംഘം. വരൾച്ചയിൽ ജില്ലയിലെ മറ്റു മേഖലകളിൽ ക്ഷീരോത്പാദനം കാര്യമായി കുറഞ്ഞുവെങ്കിലും ബത്തേരി പിടിച്ചു നിന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടിയാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്.